ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നഗരമധ്യത്തിൽ റെയിൽവേയുടെ മതിലിടിഞ്ഞു വീണ് KSRTC കൗണ്ടർ തകർന്നു. RMSനടുത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? ജയശങ്കർ, ശ്രീജിത്ത, തിരുവനന്തപുരം നഗരമധ്യത്തിലാണ് ഇത്തരത്തിൽ റെയിൽവേയുടെ മതില് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഈ മതില് ഇടിഞ്ഞു വീഴുന്നതിന് പിന്നാലെ ഈ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന KSRTCയുടെ കൗണ്ടർ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏറെ നാളായി ഈ കാലപ്പഴക്കമുള്ള ഒരു മതിലാണ് ഇടിഞ്ഞു വീണത്. KSRTC നിരവധി തവണ ഈ മതിൽ പുതുക്കിപ്പണിയണമെന്ന് ആവശ്യപ്പെട്ട് റെയിൽവേക്ക് നിവേദനവും മറ്റും നൽകിയെന്നാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷവും ഒരു തരത്തിലുള്ള പരിഹാരം ഉണ്ടായില്ല. ജീവനക്കാർ ഉൾപ്പെടെ KSRTCയുടെ കൗണ്ടറിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ മതിൽ ഇടിഞ്ഞു വീണത്. എന്തായാലും സംഭവത്തിൽ ആർക്കും തന്നെ പരിക്കില്ല. വലിയൊരു അപകടമാണ് ഒഴിവായത്. നമുക്ക് ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാം. ഈ മതിലിന് അത്രമാത്രം വർഷങ്ങളുടെ കാലപ്പഴക്കമുണ്ട്. നമ്മൾ കൈകൊണ്ട് തന്നെ പിടിച്ചാൽ തന്നെ ഇത് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ അത്രയും ദുർബലമായ കട്ടകളാണ് ഇതിലുള്ളത്. അത്രയും കാലപ്പഴക്കം നമുക്കിതിൽ കാണാം. ഒരു പ്രദേശത്ത് ഏകദേശം 50 മീറ്ററിലധികം മതിൽ പൂർണ്ണമായും ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. അങ്ങനെ പെട്ടെന്നൊന്നും ഈ ഇഷ്ടികക്കട്ട കൊണ്ടുള്ള മതിലുകൾ ഇടിഞ്ഞു വീഴില്ല. പക്ഷേ ഇതിൻ്റെ കാരണം കാലപ്പഴക്കം തന്നെയാണ്. KSRTC അധികൃതർ ഇത് വ്യക്തമാക്കുന്നു. അവർ പറയുന്നത് തങ്ങൾ നേരത്തെ തന്നെ റെയിൽവേക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികളും നിവേദനങ്ങളും എല്ലാം നൽകിയെന്നാണ്. പക്ഷേ എന്നിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്ന് അവർ പറയുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. യാത്രക്കാരുൾപ്പെടെയുള്ള സമയത്താണ് ഈ ഫുട്പാത്തിനോട് ചേർന്നുള്ള കൗണ്ടറിലേക്ക് ഈ ഒരു മതിൽ ഇടിഞ്ഞു വീണത്. എന്തായാലും റെയിൽവേ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മതിലിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ KSRTC ഉദ്യോഗസ്ഥർ ഈ റെയിൽവേയുടെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇപ്പോഴത് തകർന്നു വീഴുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. RMSനടുത്താണ് സംഭവം ഉണ്ടായത്. അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന്, അപകട സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു AV ജയശങ്കർ.